ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാളെ തത്തമ്മ വരികയാണ്. അപ്പോൾ നമ്മൾ തത്തമ്മൂന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതിന് വേണ്ടി നമ്മളിപ്പോൾ പോകട്ടോ, നടന്നിട്ടാണ് പോകുന്നത്. ഇവിടെ അടുത്താണ് ലുലു. ഒരു 15 മിനിറ്റൊക്കെ നടന്നു. ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഒരു സന്തോഷ വാർത്തയും കൂടി പറയാണ്. അപ്പൊ നമ്മള് ഹാപ്പിയാണ് അല്ലേ ഇപ്പൊ? നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആയി. ഹാപ്പി മൂഡാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, നല്ല സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ കളിച്ച് ചിരിച്ച് പതുക്കെ നടന്ന് ലുലു ഏകദേശം എത്താറായിട്ടാ. പോണ വഴിയാണ് നമുക്ക് ബുർജ് ഖലീഫൊക്കെ കാണാൻ പറ്റേ. കുറച്ചങ്ങോട്ട് ഒരുവിധം നമ്മൾ താമസിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നിന്നാൽ, ദുബായിൽ ഒരുവിധ സ്ഥലത്തൊക്കെ നിന്നാൽ ബുർജ് ഖലീഫ കാണാൻ ഭയങ്കര ടോളല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധ സ്ഥലത്തൊക്കെ നിന്നാൽ, ദുബായിയുടെ ഏതെങ്കിലും മൂലയിലൊക്കെ നിന്നാൽ ബുർജ് ഖലീഫ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ബുർജ് ഖലീഫ. മളിക്ക് പോണ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ അതെ, ബുർജ് ഖലീഫ ആ വൈറ്റ് കളറിൽ കണ്ടില്ലേ, കല്ല് വെച്ച പോലെ. അതതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അങ്ങനെ നമുക്ക് തോന്നും കല്ല് വെച്ച പോലെ, കല്ലുകൾ വെള്ള കല്ലുകൾ വെച്ച പോലെ ഇങ്ങനെ നമുക്ക് തോന്നും. ചില സമയത്ത് അത് മൾട്ടി കളേഴ്സിലൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ചില നമ്മുടെ വില്ലയുടെ ഭാഗത്തൊക്കെ നിന്നാൽ കാണാൻ പറ്റും. പക്ഷെ അത് അപ്പം അത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് അതിനെ പറ്റി ആലോചിച്ചത്. അപ്പോഴൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ ലുലു എത്തിയിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ലുലുവിൽ. എൻട്രൻസ് അപ്പോൾ നമ്മൾ ട്രോളി എടുത്തു. അപ്പം അങ്ങനെ കയറിയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി. കോസ്മെറ്റിക്സും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഇതൊന്നും മേടിച്ചൊന്നുമില്ല, നല്ല വെറുതെ ഒന്ന് നോക്കിയത് മാത്രം. ഷെയ്ഡുകളൊക്കെ നമ്മൾ അപ്പോൾ എല്ലാതൊന്നും നോക്കി. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകളും അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മൾ സ്പ്രേയുടെ സെക്ഷനിൽ പോയി സ്പ്രേ ഒക്കെ എടുത്തു. പിന്നെ ബോഡി വാഷ് എടുത്തു. തത്തമ്മൂനൊരു ബ്രഷ് എടുത്തു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ വീട്ടിലേക്കുള്ള പച്ചക്കറി, അതുപോലെ ആൾ വരുമ്പോൾ ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് മഷ്റൂംസൊക്കെ ഇട്ടിട്ടുള്ള ന്യൂഡിൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മണമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി. ന്യൂഡിൽസ് ഇടാനുള്ള മഷ്റൂമുകൾ, അതുപോലെ ക്യാരറ്റ്, വെജിറ്റബിൾസ് നമുക്ക് എന്തായാലും വേണമല്ലോ. അപ്പോൾ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ വാങ്ങി. പിന്നെ റസ്ക്, അങ്ങനെ ബിസ്ക്കറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. മീൻ വാങ്ങി, ഇറച്ചി വാങ്ങി, കുബൂസ് വാങ്ങി, ബ്രെഡ് വാങ്ങി. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. പിന്നെ ഒരു സെറ്റ് ഗ്ലാസ് വാങ്ങി. അപ്പം അതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. 10 ദിർഹംസായിരുന്നു 6 ഗ്ലാസ്, അടിപൊളി ഗ്ലാസ്സൊക്കെ. അപ്പം അത് വാങ്ങി. ഇത് ലാവൻഡർ, അടിപൊളി, നല്ല പൗഡർ അടിച്ചിട്ട് അടിപൊളി, നല്ല മണമായിരുന്നു. ആ ഒരു ഡിയോഡ്രൻ്റ് നല്ലത്. അപ്പം അത് വാങ്ങിച്ചു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ കാലുപൊട്ടലും കൈപൊട്ടലും ഒക്കെ ആയ കാരണം അത് വാങ്ങി. പിന്നെ ഇതും വാങ്ങിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് കേട്ടോ. നല്ല ഗ്ലാസ്സാണ്. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളതാണ് വാങ്ങി. എനിക്ക് വീട്ടിൽ സാധാരണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോക്ലേറ്റ് വാങ്ങി. ഒരു ഡയറി മിൽക്ക് വാങ്ങി. ഡയറി മിൽക്കിൻ്റെ ഒരു
ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കില്ലേ, ആ കേക്ക് നമ്മള് വാങ്ങിച്ചതാണ് ട്ടോ. മിൽക്കൊക്കെ ഒഴിച്ചിട്ടുള്ള ഞാനത് ഇത് വാങ്ങിച്ചിട്ടാ ഞാൻ കഴിക്കൂല. ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു സ്വീറ്റാണ് വാങ്ങിച്ചത്. അങ്ങനെ എല്ലാ സാധനങ്ങളും മോള് വരുന്നതിന് പ്രമാണിച്ചിട്ട് വാങ്ങിച്ചത്. സാധനങ്ങളെല്ലാം വാങ്ങി അൽഹംദുലില്ലാ ഒക്കെ സെറ്റാക്കി. ഇനി അവൾ വരുന്നത് കാത്തിക്കാൻ പോവാണ്. ഇനി അവൾ വരുമ്പോഴേക്കും നാളെ ന്യൂഡിൽസ് ഉണ്ടാക്കണം. പിന്നെ അവൾ വരുമ്പോഴത്തേനും ഒരു ക്യാരറ്റ് ഷേക്ക് അടിക്കണം എന്നൊക്കെ വിചാരിക്കണം. പിന്നെ ഒരു പുഡിങ്, മാംഗോ പുഡിങ് ഉണ്ടാക്കണം. ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്, നട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ നാളെ ഒരു ആപത്തില്ലാത്തതിൻ്റെ മോളും കൊണ്ട് എത്തട്ടെ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. തിരിച്ചു വരുമ്പോൾ നമ്മൾ ടാക്സി വിളിച്ചിട്ടാട്ടോ വന്നത്, അല്ലാണ്ട് ഇക്കണ്ട സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടാക്സി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.